ഇവിടെ പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ജനം ടി വി വാർത്തയിൽ ഒടുവിൽ നടപടി. KSRTC നേരിട്ട് നടത്തുന്ന പുകപരിശോധനാ കേന്ദ്രത്തിൽ വൻ തട്ടിപ്പെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജനം ടി വിയാണ്. തലസ്ഥാനത്ത് KSRTC പുകപരിശോധനാ കേന്ദ്രത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുകയാണ്. KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പരിശോധനയില്ലാതെ എന്നുള്ള വാർത്തയാണ് ജനം ടി വി. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത ഞങ്ങളാണ് പുറം ലോകത്ത് എത്തിച്ചത്. ഇപ്പോൾ അതിന് ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ജനം ബിഗ് ഇമ്പാക്റ്റ്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നേരത്തെ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ മേയർ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു മാസ് തഗ് മറുപടി എന്നൊക്കെ പറഞ്ഞ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള PR വർക്കൊക്കെ കണ്ടതാണ്. സ്വന്തം കാര്യങ്ങൾ പോലും മര്യാദയ്ക്ക് ചെയ്യാതെയാണ് വെറുതെ ഈ തഗ് ഡയലോഗുമായി രംഗത്ത് വന്നത് എന്നിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് രാവിലെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. പ്രധാനമായും KSRTCയുടെ കീഴിൽ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം PMGയിലെ വികാസ് ഭവന് സമീപത്താണ്. KSRTC വളരെ കൊട്ടിക്കോഷിച്ച് ആരംഭിച്ച ഒരു പുകപരിശോധനാ കേന്ദ്രമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ പുകപരിശോധനാ കേന്ദ്രത്തിലാണ് വൻ തട്ടിപ്പ് നടക്കുന്നത് എന്നതെ സംബന്ധിച്ചുള്ള വാർത്ത, അതിൻ്റെ രേഖകൾ, അതിൻ്റെ കൃത്യമായ വിവരങ്ങളടക്കം ജനം ടി വി പുറത്തുവിട്ടത്. ജനം ടി വി പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് നടപടിയുമായി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ഇപ്പോൾ ആ രേഖകൾ, ജനം ടി വി പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിക്കുകയാണ്. നമ്മുടെ വാർത്ത ഇത്തരത്തിലായിരുന്നു. പ്രധാനമായും ഇവിടെ പരിശോധനകളില്ലാതെ തന്നെ KSRTC ബസ്സുകൾക്ക് പ്രധാനമായും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു എന്നതായിരുന്നു ജനം ടി വിയുടെ വാർത്ത. നമുക്ക് രാവിലെ വാർത്ത പുറത്തുവിട്ടത് ഇത്തരത്തിലാണ്. KSRTC ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത് പരിശോധനകളില്ലാതെ. ഒപ്പം തന്നെ മാനന്തവാടിയിൽ KSRTCയുടെ മാനന്തവാടിയിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്ത് നിന്ന് നൽകി എന്ന് സംബന്ധിച്ചുള്ള വാർത്ത. അത് നമ്മൾ പല രേഖകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾക്കും പുതിയ ബസ്സുകൾക്കും ഒരേ തരത്തിലുള്ള പുകയുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള വാർത്തകളായിരുന്നു ജനം ടി വി. ഇതിൻ്റെ രേഖകളടക്കമായിരുന്നു ജനം ടി വി രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. വലിയ തട്ടിപ്പ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ട് പോലും മന്ത്രി നടപടിയെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. KSRTCയുടെ ഈ വാഹന പുക പരിശോധനാ കേന്ദ്രത്തിൽ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാരെത്തി, ഉദ്യോഗസ്ഥരെത്തി അവർ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായിരുന്നാലും ഏറെ നിർണായകമായ തെളിവുകൾ തന്നെയാണ് ജനം ടി വി പുറത്തുവിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരേ തരത്തിൽ 1989 KSRTC ബസ്സിലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നടത്തുമ്പോൾ 2016 KSRTC ബസ്സിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പുകയുടെ തോത് എന്ന് പറയുന്നത് ഒരേ അനുപാതത്തിലാണ്. ഇത്തരത്തിലുള്ള ഏകദേശം 30-ലധികം രേഖകളാണ് നമ്മൾ പരിശോധിച്ചത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റുകളാണ് KSRTC ബസ്സിൻ്റെ നമ്മൾ പരിശോധിച്ചത്. ആ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചതും അത്തരത്തിൽ തന്നെയാണ് വലിയ തട്ടിപ്പ്. അതിനു പുറമെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് മാനന്തവാടിയിൽ ഓർഡിനറി ബസ്സായി സർവീസ് നടത്തുന്ന KSRTC ബസ്സിൻ്റെ ആ ബസ്സിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്, ഈ കാണുന്ന ഈ കേന്ദ്രത്തിൽ നിന്നാണ്. അതെങ്ങനെ സംഭവിച്ചു? പ്രത്യേകിച്ച് ഇവിടെ KSRTCയുടെ അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ സമയത്ത് ചില മാനദണ്ഡങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കേന്ദ്ര സർക്കാർ നിയമപ്രകാരം പൊല്യൂഷൻ എടുക്കുന്ന ഓഫീസിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലായി പൂർണ്ണമായും ഈ വണ്ടി എത്തി, അല്ലെങ്കിൽ ബസ് എത്തി, അല്ലെങ്കിൽ ഏതൊരു വാഹനമാവട്ടെ ആ വാഹനമെത്തി, ആ വാഹനവും ഒപ്പം തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥലത്തിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ അത് വീഡിയോ ദൃശ്യമായി പകർത്തി ഒപ്പം തന്നെ അത് ആ പുക പരിശോധന വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇവിടെ ചെയ്യുന്നതാകട്ടെ ഈ പുക പരിശോധന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഓഫീസിനകത്തുള്ള ചില ദൃശ്യങ്ങൾ മാത്രമാണ്. ചില ഫോട്ടോകൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് ഇവിടേക്ക് ആ ഫോട്ടോകളുടെ പിൻബലത്തിൽ മാത്രം പുക പരിശോധന സർട്ടിഫിക്കറ്റ് നൽകുന്ന വലിയ ഗുരുതരമായ വീഴ്ചയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമായിരുന്നു ജനം ടി വി സംഘം നടത്തിയത്. ആ അന്വേഷണത്തിൻ്റെ കൃത്യമായ രേഖകൾ നമ്മൾ രാവിലെ തന്നെ പുറത്തുവിട്ടതാണ്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ, ആ രേഖകളുടെ പിൻബലത്തിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ KSRTCയുടെ ഈ പുക പരിശോധനാ കേന്ദ്രത്തിൽ ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് RTO ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുക പരിശോധന കേന്ദ്രത്തിലെത്തി ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്.
അവിടെയുള്ള ഫയലുകൾ, ഇവിടെ എങ്ങനെയാണ് പുകപരിശോധന നടത്തുന്നത് എന്ന് സംബന്ധിച്ചുള്ള രേഖകളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ജനൻ TV തന്നെ നമ്മൾ ഏകദേശം 30-ലധികം രേഖകൾ തന്നെയാണ് പുറത്തുവിട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1989 രജിസ്റ്റർ ചെയ്ത വാഹനത്തിനും ബസ്സിനും ഒപ്പം തന്നെ 2016 രജിസ്റ്റർ ചെയ്ത ബസ്സിനൊക്കെ ഒരേ തരത്തിലുള്ള പൊല്യൂഷൻ തോതാണ് കാണാൻ സാധിച്ചത്. ആ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിൽ തന്നെ വലിയ തട്ടിപ്പുകളുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും KSRTC ജീവനക്കാർ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. തട്ടിപ്പ് മാത്രമല്ല, ഇതൊരു അഴിമതി കൂടിയാണ്. അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 2025 ഒക്ടോബർ 15 ഒരു വലിയ പ്രഖ്യാപനത്തോടു കൂടി ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതാ, ഞങ്ങൾക്ക് സ്വന്തമായി പുകപരിശോധനാ കേന്ദ്രങ്ങൾ വരികയാണ്, ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഇതാണോ മാതൃക? അതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വലിയ തട്ടിപ്പ് ഇതിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വകുപ്പ് മന്ത്രിയുടെ അറിവിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞതാണ്. പക്ഷേ വകുപ്പ് മന്ത്രി, പ്രത്യേകിച്ച് KP ഗണേഷ് കുമാർ, ഇതിൽ യാതൊരു വിധമായ നടപടിയുമില്ല. നമുക്കറിയാം, എല്ലാ തവണയും ഏതെങ്കിലും ഗതാഗത ലംഘനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വകുപ്പ് മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വളരെ ഒരു പ്രചരണം നടത്തുന്നതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കർശന നടപടി സ്വീകരിക്കും. തൻ്റെ വകുപ്പിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ വാർത്തകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു പിടിച്ചു നിൽക്കാൻ പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പോലും സാധിക്കാത്ത ഘട്ടം എത്തിയപ്പോഴാണ് ഗത്യന്തരമില്ലാതെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത്ര കൃത്യമായ തെളിവുകളായിരുന്നു ജനൻ TV പുറത്തേക്ക് വിട്ടത്. ആ പുറത്തേക്ക് വിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുന്നത് എന്നതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പേ തന്നെ ഈ വിഷയം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ പെട്ടിട്ട് പോലും വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിനീഷാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ തെളിവ് സഹിതം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തമായി ഒരു പുകപരിശോധന കേന്ദ്രം തുടങ്ങുക, അതിൽ തന്നെ തട്ടിപ്പ് നടത്തുക, എന്നിട്ട് ആ തട്ടിപ്പ് കൃത്യമായി തന്നെ മാധ്യമ സ്ഥാപനങ്ങൾ ആ പൊതുസമൂഹത്തോട് വിളിച്ച് പറയുമ്പോൾ അതിനോട് മിണ്ടാതിരിക്കുക. എന്തായാലും ഒടുവിൽ MVD തന്നെ കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജനം TVയുടെ ബിനീഷ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്ന തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന ഇത്തരം തട്ടിപ്പുകളുടെ വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ ആശ്വാസകരമായൊരു വാർത്തയാണ്. തീർച്ചയായും ഇത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു നടപടി കൂടി തന്നെയാണ്.